അപ്പച്ചി നീ ഒന്ന് വന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോ വന്നു. അയ്യോ അപ്പച്ചി വേർത്താ ഇന്നൊന്ന് പിങ്കി നിനക്ക് അപ്പച്ചി അടുക്കള കിടന്ന് പണെടുത്ത് അപ്പച്ചി ഈ എന്തരുത് അല്ലേ കളറൊക്കെ ആവണല്ലേ? ഒന്ന് അരിഞ്ഞാടാ. അരിഞ്ഞ ഞാൻ തരും. എന്റെ അപ്പച്ചിക്ക് ഞാനല്ലാതെ ആര് സഹായിക്കാം? റിങ്കി സഹായിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിന്റെ മുഖത്തൊന്നും അടിക്കും. ഇല്ല അപ്പച്ചി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആണോ പിങ്കി? കുറച്ച് എണ്ണ എന്റെ നടുവിലിട്ട് തരുമോ പിങ്കി? പിന്നെന്ത് തരുമോ? ഇപ്പൊ വേണ്ട, ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് മതി. ഓ ശരി അപ്പച്ചി. അതെ അപ്പച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ അപ്പച്ചി? സംശയം എന്ത്? ഭയങ്കര ഇഷ്ടമാണല്ലേ? പിന്നെ നമ്മുടെ വീട്ടിലേ ഇപ്പൊ ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കാം. എന്റെ ഫ്രണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നു എന്ന് വിചാരിക്കാം. അയ്യോ അത് പറ്റൂല, എനിക്ക് മനസ്സിലായി. ആര് പറഞ്ഞ? അതിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനു എന്നാണ് അവളുടെ പേര്. അനു എന്ന് പറഞ്ഞ ഏത് ഫ്രണ്ട്? എന്റെ കൂടെ കോളേജിൽ പഠിക്കണ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതപ്പോ ബെസ്റ്റ് ഫ്രണ്ടായി? അതൊക്കെ ആയി. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണേ. അപ്പൊ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവക്ക് ഒരു അത്യാവശ്യമുണ്ട് ഇവിടെ. കുറച്ച് ദിവസം ഉണ്ടാവും. കുറച്ച് ദിവസവും നടക്കൂല പിങ്കി. നീ അതിനാണ് ഈ വന്ന് സോപ്പിടണമെങ്കിൽ അതൊന്നും നടക്കൂല, ശരിയൊന്നും ആവൂല. അയ്യോ അപ്പച്ചി അങ്ങനെ പറയല്. അവള് വേറെ എവിടെ പോയി നിക്ക അപ്പച്ചി? എടി എന്താണ് നീ പറയണ? ആരെങ്കിലും ഒരാളെ പിടിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാന്? അങ്ങനെ ആരെങ്കിലും ഒരാളാണോ? എന്റെ ഫ്രണ്ട് അല്ലേ? നീ ഓരോ മാസം ഓരോ ചെറിയ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമല്ലോ, അതൊന്നും ശരിയാവൂല. അയ്യോ അങ്ങനെ അല്ല അപ്പച്ചി. അതെ അപ്പച്ചി ഒരു കാര്യം ആലോചിക്കണം. അവളൊരു പെൺകൊച്ചാണ്. അവൾ ഇവിടെ വന്ന് ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ വല്ല റൂമിലോ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളുടെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ ഈ നാട്ടിലുള്ളപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാരുടെ നാണക്കേട്? ഇവിടെ വന്ന് താമസിച്ചിട്ട് ആ പെണ്ണും എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് വരുന്നുള്ള ബോധമല്ല നിനക്കൊണ്ടാ? അപ്പൊ നാണക്കേട് ആരെടുക്കും? ഞാൻ എടുക്കും. നീ എടുക്കണ്ട, എനിക്ക് പേടിയാണ്. എടി ഫ്രണ്ട്സ് വരട്ടെ, വന്നോട്ട് കണ്ടോട്ട് പൊക്കോട്ട്. നിക്കണ പരിപാടി ഒന്നും ശരിയാവൂല. അപ്പച്ചി അങ്ങനെ പറയാതെ അപ്പച്ചി. അവള് പാവമാണ് അപ്പച്ചി, എന്നെ പോലെ ഒന്നും അല്ല, ഭയങ്കര പാവമാണ്. എന്തോന്ന് പിങ്കി ഇങ്ങനെ കരയണത്? അവളെ ഉണ്ടല്ലോ, അവള് അമ്മയും അച്ഛനെയൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞപ്പച്ചി, ഒന്ന് മോളെ മോളെ ഒന്ന് മോളെ വീട്ടിൽ നിർത്തൂ. ഒന്ന് മോളെ മോളെ ഒന്ന് മോളെ എന്ന് അങ്ങനല്ല, മോളെ മോളെ മോളെ. ഇതൊക്കെ സത്യമാണ്? അയ്യോ രാമകളാണ്, ഞാനാണ് സത്യം. പെങ്കൊച്ചന്റെ അമ്മയുടെ നമ്പർ എനിക്കും കൂടെ താട്ടാ. തരാം, നമ്പർ തരാം. എത്ര ദിവസത്തേക്ക്? ഒരാഴ്ച. ഒരാഴ്ചയെ പറ്റുള്ളേ? ഒരാഴ്ച അവള് നിക്കോളൂ. നമ്മൾ കൂടുതൽ നിക്കണോന്ന് പറഞ്ഞാൽ അവള് നിക്കൂല. എന്ത് പറയുന്നത്? എന്തോന്ന് പറയാ, നീ എല്ലാം തീരുമാനിച്ചില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ശരി. എനിക്ക് പഠിക്കാനുണ്ടോന്നൊരു ഡൗട്ട്. എങ്കിൽ ഫ്രണ്ട് അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക്. എങ്ങനെ അരിയണം? തോരൻ അരിയണോ അതോ വിഴുക്കോരൻ അരിയണോ? ബോക്സ് ആയിട്ട് അരിയണം. എന്നുവെച്ചാ ക്യൂബ്സ് ആയിട്ട് അങ്ങനെ അരിയണോ? അപ്പൊ ഇത്ര തെറ്റിപ്പോയി. അതങ്ങ് ചെറുതാക്കിയാൽ മതി. അതെ, വീട്ടിൽ ഒരാളും കൂടെ എക്സ്ട്രാ വന്ന് താമസിക്കുമ്പോ ജോലിയും എക്സ്ട്രാ ആണ്. അമ്മച്ചി ഞാൻ ഏറ്റ്. അപ്പച്ചി എന്ത് പറയുന്ന? അപ്പച്ചി ഞാൻ സഹായിക്കലെന്നാ? ഇപ്പൊ നിന്നെ കാണണല്ല, അത് ആ പെങ്കൊച്ച് വന്നു കഴിഞ്ഞാൽ നിന്നെ കാണൂല പിങ്കി, അത് ഉറപ്പാണ്. കാണും, എന്നെ കാണും. അപ്പച്ചീനെ പിങ്കി എന്നിങ്ങനെ താഴ്ത്തി വിളിച്ചത് ഞാൻ എന്തോ അപ്പച്ചി എന്ന് ഉറക്കം വിളിച്ചോണ്ട് വരാം. ചെറ്റി അപ്പച്ചി, അപ്പച്ചിയുടെ കാര്യം അപ്പച്ചല്ലേലും മുത്താണ്. അങ്കിളിനെ കാട്ടി അപ്പച്ചിക്കാണ് എന്നെ ഇഷ്ടം. ഇങ്ങനെ മതിയോ അപ്പച്ചി? കുഴപ്പമില്ല. ഇത് എവിടെ പോയി കിടക്കുന്നു? വന്നില്ലേ ഇതുവരെ നിന്റെ കൂട്ടുകാരി? അവള് കുറച്ചുമ്പോ വിളിച്ചിരുന്നു. ഇവിടെ ജംഗ്ഷൻ എത്തിന്നാണ് പറഞ്ഞത്. ഇതുവരെ ഇങ്ങോട്ട് എത്തി. പിങ്കി നിന്റെ അല്ലേ കൂട്ടുകാരി? പറഞ്ഞ വഴിക്കല്ലേ ബേക്കറി കണ്ടപ്പോ അങ്ങോട്ടേക്ക് കയറിക്കാം. ഈ അവിഞ്ഞ കോമഡി നിർത്താറായില്ലേ അപ്പച്ചി? നീ അവിഞ്ഞോട്ട് നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു തമാശ പറഞ്ഞാൽ അത് അവിഞ്ഞ കോമഡി. അതൊന്നും ഒരാഴ്ചത്തേക്കല്ലേ ഇവിടെ നിൽക്കുള്ളൂ? ഒരാഴ്ച ഉള്ളൂ. ഒക്കെ എന്തോ കമ്പ്യൂട്ടർ ക്ലാസ് എന്തോ ഉണ്ട്, അത് കഴിയുമ്പോ വരും. അപ്പൊ നിന്നെ പോലല്ല, പഠിക്കും. ഇത് പഠിക്കും മക്കളെ. ഇവളെ കൂട്ടുകാരി വന്നില്ലേ? അന്നെങ്കിൽ ഇവളിങ്ങനെ ഇരിക്കൂ മുട്ടയിടാൻ നോക്കണ താറാവിനെ പോലെ. വരുന്നതേ
ഇവളെ സ്വഭാവം പോലെ ആവായിരുന്നാ മതി. ഒരിക്കലില്ല മാമ. ആ നല്ല കുട്ടി, നല്ല ലക്ഷ്യബോധമൊക്കെ ഉള്ള, പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടിയാണ്. രാവിലെ തന്നെ രണ്ടുപേരും എന്റെ നെഞ്ചത്താണല്ലേ. അയ്യോ, നമുക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. ഒന്ന് കുറച്ചേരം മിണ്ടായിരിക്കാവോ? ഇല്ല, ഇവിടെ കൂട്ടുകാർ പറഞ്ഞോണ്ട് നമുക്ക് ഇനി മിണ്ടിക്കൂടാ. ഹായ് പിങ്കി. അനു, ഹലോ. ഞാൻ പറഞ്ഞില്ലേ നല്ല കുട്ടിയാണെന്ന്. അനു, ഇതെന്റെ ഉണ്ണിയപ്പൂ, ഇത് അപ്പച്ചി. ഓ, ഇതാണോ നിന്റെ അപ്പച്ചി ഉണ്ണിയപ്പൂ? ഞങ്ങളൊക്കെ അറിയാമോ? പിന്നല്ലാതെ ഇവളെ എപ്പോഴും നിങ്ങളെ പറ്റി പറയാറുണ്ട്. നല്ലതാണോ പറയുന്നത്? പിന്നെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, നമുക്ക് അകത്തേക്ക് പോകാം. ശരി അപ്പച്ചി. നല്ല കുട്ടിയല്ലേ? നടക്ക്. അനു, ഇതാണ് എന്റെ റൂം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലേ? ഇത് പിടിച്ചോ. ആ, ഇതാണോ നിന്റെ ഫാമിലി? ഇതാണോ? ഇത് എന്റെ അച്ഛൻ, അമ്മ, ചേച്ചി. ആ, നിന്നെ കാണാൻ അമ്മയെ പോലെ ഉണ്ടല്ലോ. ആണല്ലേ? എല്ലാരും അങ്ങനെ പറയും. ആഹാ. ഞാനേ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴേക്കും അച്ഛൻ ട്രാൻസ്ഫർ ചെയ്ത് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത. അത് കുഴപ്പമില്ല, നമുക്കിന്നെ അടുത്ത തവണയൊക്കെ കാണാം. ഇതിലൊക്കെ എന്താ? അതിനകത്ത് അതൊന്നും ഇല്ല. നിനക്ക് വിശക്കണില്ലേ? പിന്നല്ലാതെ വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീയോ? എന്താ നീയോ എന്നൊരു സംശയം? നീ സാധാരണ കുക്കൊന്നും ചെയ്യാറില്ലല്ലോ. എടി, ഞാൻ കുക്ക് ചെയ്യും. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്നേ ഉള്ളൂ. ഇവിടുത്തെ മൊത്തം ജോലി എടുക്കുന്നത് ഞാനല്ലേ. ഓ പിന്നെ. എടി സത്യോടി, നീയാണ് സത്യം. ആ ശരി ശരി, ഞാൻ വിശ്വസിച്ച്. വിശ്വസിച്ച എന്നാ പെട്ടെന്ന് റെഡി ആയിട്ടോ, എനിക്ക് വിശക്കുന്നു. ഞാൻ അതെ ഫ്രഷ് ആയിട്ട് വരാം. ഞാൻ എല്ലാം തിന്നു കൊടുക്കും. പെട്ടെന്ന് ഞാൻ വന്ന്. ശരി. അനു, അനു വരുന്ന. എല്ലാരും വന്ന് ഇരുന്ന് കഴിഞ്ഞു. അത് വരൂല എണീറ്റ്. എന്റെ ഒരു കാര്യം ആദ്യം അനുവിനെ ഓർക്കട്ടെ. അനു, പറ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ. കുറച്ചുകൂടെ വേണം. ഏയ് മതി. അച്ഛനമ്മയ്ക്കൊക്കെ ജോലി ഉണ്ടോ? ആ, അച്ഛൻ ഇപ്പൊ ഹെൽത്തിൽ പോകുന്നുണ്ട്. പിന്നെ അമ്മ ഹൗസ് വൈഫാ. ആണോ? അപ്പൊ രാമങ്ങളെ പോലെ അല്ലല്ലേ? അന്ന് ഇവിടെ പറഞ്ഞ അല്ല, അച്ഛന് ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിനെ പറ്റി ഞാൻ പറയാം കേട്ടാ, നീ പറയാൻ നിക്കല്ലേ. നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ഞാൻ കൊച്ചിന് ജാതകം വേണോ? ജാതകോ? ചൊവ്വാദോഷം ഉണ്ടോ? ഉണ്ടോടി? ഇല്ല. ഇല്ല. ഞാൻ നോക്കി വെച്ചോളാം കേട്ടോ. മതി. മതിയോ? മതി. അതിഥി ദേവോ ഭവ എന്നാണ്. ആ കുട്ടിയെ കഴിക്കാൻ അനുവദിക്കണം പിങ്കി. ഈ അപ്പച്ചിയുടെ ഒരു തമാശ. അപ്പച്ചി ഇരിക്കുന്നില്ലേ? വേണ്ട വേണ്ട. പപ്പടം പിങ്കി പറഞ്ഞ പോലെ നിന്റെ കുക്കിംഗ് എല്ലാം അടിപൊളിയാണല്ലോ. താങ്ക്സ്. എന്താന്ന് പറയാനും? അല്ല, പിങ്കി പറഞ്ഞായിരുന്നു അവളെ കുക്ക് ചെയ്തേന്നേ. കുക്കിംഗ് എല്ലാം അടിപൊളിയാ. അങ്ങനെ പറഞ്ഞ? ആ പറഞ്ഞായിരുന്നു. ഈ ഇരിക്കുന്ന വെള്ളത്താടി വെച്ച അപ്പൂപ്പന് ഇവളുടെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാണോ അല്ലേ? ആ പറഞ്ഞായിരുന്നു. അപ്പച്ചി ഇങ്ങനെ അറിഞ്ഞോ? ജനിച്ച് ഈ കയ്യിലോട്ട് കൊണ്ട് തന്നാണ് ഈ വിഷത്തിന്. എന്റെ പൊന്നു മക്കളെ, ഇവിടെ ഒരു ദിവസം ആഹാരം ഉണ്ടാക്കിയെന്നു അന്ന് ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തു ഇറങ്ങിയിട്ടില്ല. നശിപ്പിച്ച്. എന്തല്ലേ പിങ്കി? ഈ അപ്പൂന്റെ കാര്യം വാ തുറന്ന തമാശയെ പറയൂ. ആ പക്ഷേ പിങ്കി വാ തുറക്കും കേട്ടാനു. ആഹാരം കഴിക്കാനും കള്ളം പറയാനും മാത്രം. ഇതേപോലെ മക്കളെ കുളിച്ചുരും കുളിച്ച സാധനം ലോകത്തില്ല. എന്തെന്നറിയാം, തമ്മിലടിപ്പിക്കാൻ മിടിക്കാണ്ട്. അത് മാത്രല്ല, തള്ളി മറിച്ചിടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. തള്ളലാന്ന് ഇപ്പൊ മനസ്സിലായി. ഞാൻ വീട്ടില് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തള്ളാറില്ല. പൊളിഞ്ഞു പിങ്കി, നിന്റെ എല്ലാ ഇമേജും പൊളിഞ്ഞു.
പിന്നെ ഇവളെ കൊണ്ടൊരു വലിയ സഹായം ഉണ്ട് കേട്ടോ മോളെ. ഈ വീട്ടിൽ ഒരു സാധനം വേസ്റ്റ് വരൂല. അതെ അതെ, ഞാൻ എല്ലാം ക്ലീൻ ചെയ്യും. എന്താ മോളെ നിന്റെ മുഖത്തിലൊരു ജാള്യത? അതെന്താന്ന് എനിക്കറിയില്ല. കഴിക്കും. അപ്പച്ചേക്ക് ഞാൻ ഭാര്യ തറത്തേ. ഓ വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയെങ്കിലും കുറച്ചേരം മിണ്ടായിരിക്കും. ഓ അപ്പൊ ഞങ്ങൾ മിണ്ടുന്നതാണ് നിന്റെ കുഴപ്പം. അനു, കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ. ഇഷ്ടപ്പെട്ടു എന്നാണ് അവൾ നേരത്തെ പറഞ്ഞത്. നീ കഴിക്കും. അപ്പോ കൊള്ളാം മക്കളെ കൊള്ളാം, നിന്റെ കുക്കിംഗ് ഒക്കെ ആഴി പൊളി. പിങ്കി, ഞങ്ങൾ ക്ഷീണിച്ചടി. എന്ത്? നിന്നെ അപമാനിച്ചു. നീ 5 മിനിറ്റ് റെസ്റ്റ്. കുറച്ചേരം ഇരിക്കും. ഓ വേണ്ട, നിന്നാലേ ഇനി നിന്നെ പറ്റി അങ്ങനെ പറയാനുള്ള ഒരു ത്വര വരുമോ. അപ്പോ എന്തൊരു മക്കളെ? പണി ചെയ്യണം. ഓ ഈ അപ്പുനെ സമ്മതിക്കണം കേട്ടോ. എന്തേ? അല്ല, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ജോലി എടുക്കുന്നില്ലേ? മക്കളെ, ഈ പ്രായത്തിൽ ജോലി എടുക്കാതെ ഇരുന്നുണ്ടല്ലേ വലിയ അസുഖം വന്ന് വീട്ടിൽ കിടക്കേണ്ടി വരും. അല്ല, നീ എന്തുവാ പറഞ്ഞു വരുന്നേ? അപ്പൊ ജോലി എടുക്കുന്നോ? 2 മാസത്തിൽ ഒരിക്കലാണ് ഇവിടെ ഒരു വണ്ടി പറഞ്ഞത്. പിന്നെ എന്ത് ജോലി എടുക്കുന്ന? വടിയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അപ്പു അടിപൊളിയാ. ആ ടീഷർട്ടും ഷോർട്സും ഇപ്പൊ കണ്ടാലും ചുള്ളനാന്നേ പറയുള്ളൂ. വയസ്സാകാലത്ത് ഓരോരോ കോലേ ചെയ്യാനാ. മക്കളെ, എന്റെ പ്രായമാകുമ്പോണ്ടല്ലേ ഇവള് വടിയും കുത്തി നടക്കും. നീ നോക്കിക്കോ. ഇപ്പൊ എന്റെ അടുത്ത് പുഷപ്പ് എടുക്കാൻ പറഞ്ഞ ഞാൻ എടുക്കും 10 പ്രാവശ്യം. അത്ര ആരോഗ്യമാണ് എനിക്ക്. എന്റെ പൊന്നെ, 10 പുഷപ്പ് ഒന്നും എടുത്ത് കളയല്ലേ. വേണമെങ്കിൽ 10 പപ്സ് മേടിച്ചേരാ, അത് തിന്നോണ്ട് ഇവിടെ ഇരി. പടിയായിരുന്നു. പോടി പിങ്കി, അപ്പൂനെ എന്തിനിങ്ങനെ കളിയാക്കുന്നേ? അല്ല, നീ എന്തിനാ അപ്പൂനെ ഇങ്ങനെ പൊക്കുന്നേ? നീയല്ല പറഞ്ഞ അപ്പൂനെയും അപ്പച്ചീനെയും കയ്യിലാക്കണമെന്ന്. ഓ ദൈവമേ, കൊള്ളാം കേട്ടോ. കണ്ടിനെ ഇവള് പറയായിരുന്നു അപ്പൂനെ കാണാൻ സുന്ദരനാന്ന്. ആ വെള്ള താടിയും വെള്ള മീശയും. പൊക്കണ്ട. നീ ചുമ്മാ ഇങ്ങനെ അപ്പൂനെ കളിയാക്കി കൊണ്ടിരിക്കാതെ നമുക്കേ അപ്പച്ചീന്റെ അടുത്ത് പോവാം. ഞാൻ പറഞ്ഞില്ല, നീ വെക്കും. നീ വാ. അയ്യോ, എനിക്ക് വയ്യ. എന്നാ ശരി, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോകുന്നു. ദൈവമേ, എന്തോ ഇങ്ങനെ ആടുന്നേ? ഹൈ സീസോ. ആ അപ്പച്ചി, ഇന്ന് പഴംപൊരിയാണോ സ്പെഷ്യല്? ഇഷ്ടമാണോ? ആ ഇഷ്ടാ. ഇപ്പൊ റെഡിയാവും കേട്ടോ. ആ, ഞാനും കൂടെ സഹായിക്കട്ടെ? ഓ വേണ്ട, മോളുടെ ഡ്രസ്സൊക്കെ ചീത്തയാവൂല. അത് കുഴപ്പമില്ല, ഞാനും കൂടെ സഹായിക്കാം. വേണ്ടതേ, ഞാൻ ഉണ്ടായിക്കോളാം. പിന്നെ അപ്പച്ചി, ഇന്ന് ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. ഇഷ്ടായോ? പിന്നെ ഞാനേ ഈ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുറെ റെസിപ്പീസ് ഒക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യും. ചിലതൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് വരും. പക്ഷെ ഇങ്ങനെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആഹാ, എന്നാ അപ്പച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടേ? വേണ്ട മോളെ, ഒരിക്കൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതോടെ എനിക്ക് മതി. അതെന്തു പറ്റി? അത് മൊത്തം ഫ്ലോപ്പായിരുന്നു. ദുരന്ത കഥ. ആണോ? മോള് വീട്ടിൽ അമ്മയൊക്കെ സഹായിക്കോ? ആ, ഞാൻ ഇടയ്ക്ക് അവധി ദിവസങ്ങളിൽ മാത്രമേ സഹായിക്കാറുള്ളൂ. എന്തൊക്കെ ചെയ്യാറിയാം? ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യാറുള്ളൂ. ഈ പുട്ട്, അപ്പം, അതുപോലെയൊക്കെ. പക്ഷെ അപ്പച്ചി, ഒരു കാര്യം അറിയോ? ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്താലും അതിൽ ഉപ്പ് മാത്രം ശരിയാവത്തില്ല. അത് മാത്രം നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. ഡെയിലി കുക്ക് ചെയ്ത് ശരിയായിക്കോളൂ കേട്ടോ. മോള് യൂട്യൂബ് ഒന്ന് നോക്കി ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യത്തില്ലേ? ആ, ഞാൻ ഇടയ്ക്ക് യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് കുറെ കുക്കൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എല്ലാം ചീറ്റിപ്പോയി. അസാരമില്ല, കുറെ കൂടെ കഴിയുമ്പോ ശരിയായിക്കോളും. ആരാ വിളിച്ചോണ്ടിരിക്കണേ? അത് അപ്പച്ചി എന്റെ ഒരു ഫ്രണ്ട് വിളിക്കുക. ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഓ, എടുത്തിട്ട് വാ. ഹലോ, എന്നിങ്ങനെ വെറുതെ വിളിക്കല്ലേന്ന് ഞാൻ എത്ര തവണ പറയുന്നേ? എനിക്ക് ദേഷ്യം മാറിയിട്ടില്ല. കേസ് കൊടുക്കുന്ന എന്നാ എനിക്കൊന്ന് കാണണല്ലോ. ആ, പോയി കേസ് കൊടുക്ക്. എനിക്ക് കുഴപ്പമില്ല. ഓ, എനിക്കൊന്നും ഇനി കേക്കണ്ട, ഞാൻ വെക്കുന്നു. ഹലോ, എന്തുവായി? അവര് വിളിച്ചോണ്ടിരിക്കുക. എടി, നീ ഇവിടെ ഉണ്ടെന്ന് ദൈവത്തെ ഓർത്ത് പറയില്ലേ അനു? ഞാൻ എന്ത് വന്നാലും അത് മാത്രം പറയില്ല. അതെ, നിന്റെ സോപ്പൊക്കെ നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. നിനക്ക് ഒരാഴ്ച എന്നല്ല, 1 മാസം ആണെങ്കിലും. അത് മതി. എന്തായാലും നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാവരും സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഭാഗ്യം. രാമങ്ങളില്ലാത്തത് നമ്മുടെ ഭാഗ്യമാണ്. അല്ല, രാമങ്കൾ എവിടെ പോയി? എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. 2 ദിവസം നാട്ടിലില്ല. അങ്കിൾ എവിടെയെങ്കിലൊക്കെ പോട്ടെ. നമുക്കേ
ഞാൻ വരുമ്പോ അവിടെ ഒരു ബേക്കറി കട കണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്കൊരു ഷേക്ക് കുടിച്ചാലോ? നീ ബേക്കറി ഒക്കെ തപ്പെടുത്താനു? പിന്നല്ല. നിന്നെ കൊണ്ട് തോറ്റേട്ടാ. എന്നാ ബാ കുടിക്കാം. വാ പോവാ. ചെലവ് ചെയ്യണേ. അത് ഞാൻ ഏറ്റും. ഓക്കെ ബാ. എന്റെ ഫോണില് ചാർജ് ഞാൻ ചാർജ് കുത്തിയിട്ട് വരാം. ഞാൻ വരാം. ബാ. മാമ അനു എവിടെ? ഇവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ കടയിൽ പോയി കാണും. അയ്യോ, അനുവിന്റെ അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചോണ്ടേയിരിക്കുന്നു. തന്നെ മക്കളൊരു കാര്യം ചെയ്യ്, നീ എട്. ഞാനാ? ഓ, എന്താണ് കാര്യം ചോദിക്കും, അപ്പൊ അറിയാലോ. ഹലോ, ഞാൻ അനു അല്ല, അനുന്റെ കൂട്ടുകാരുടെ അപ്പച്ചിയാണേ. അയ്യോ അയ്യോ, അല്ല അല്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെയൊക്കെയാണോ കാര്യം? അയ്യോ, ഇവിടെ ഒരു കോഴ്സ് പഠിക്കണം, ഒരാഴ്ചത്തേക്ക് നിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളതൊന്നും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. പക്ഷെ വിഷമിക്കണ്ട. അയ്യോ, കരയാതിരിക്കൂ, ഞാൻ പറഞ്ഞു വിടാം. ശരി. എന്തോന്ന് പറയാം മാമ, ഇത് മൊത്തം കള്ളത്തരമാണ്. കള്ളത്തനോ? അനു ഇല്ലേ, പഠിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ നിന്നത്. അതൊക്കെ കള്ളമാണ്. വീട്ടിൽ അമ്മയായിട്ട് വഴക്കുണ്ടാക്കി ഇറങ്ങി വന്നേക്കാണ് ഇങ്ങോട്ട്. ഈ പെണ്ണ് കാണിച്ച വേലണ്ട. എനിക്ക് തോന്നണേ ആ പിങ്കി പെണ്ണ് പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും കേട്ടാ. ഈ കുരുട്ടത്തിനൊക്കെ അവക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇറങ്ങി വാ, ഇവിടെ നിക്കാന്നെല്ലാം പറഞ്ഞാണ്. ഇതൊരു കരച്ചിലും മാമ ഫോണിൽ കൂടെ. പെറ്റ തള്ളല്ലേ മക്കളെ, എങ്ങനെ സഹിക്കും? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കൊച്ചിനെ അവിടെ കൊണ്ടാക്കാം. ഇവിടെ മധുപാലത്തിനടുത്ത് എവിടെയാണോ കൊച്ചിന്റെ വീട്? ആ കൊച്ചു വരട്ടെ, ആദ്യം മയത്തില് സംസാരിച്ചേ കാര്യം എന്താണെന്ന് അറിയാം. പിങ്കി വരട്ടെ, അവക്കുള്ള ഞാൻ കൊടുക്കാം. അവക്ക് കൊടുക്കാൻ നോക്ക്, വരട്ടെ. ഒന്നും മിണ്ടായില്ലേ? അപ്പു സോറി, അപ്പച്ചി സോറി. ഞാൻ അമ്മയെ എപ്പോഴും ചെയ്യത്തില്ല. പിന്നെ അപ്പച്ചി ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു വന്നേ. അനു, അച്ഛനമ്മയുടെ വഴക്കുണ്ടാവുമ്പോഴേ നമ്മൾ കുറച്ച് താഴ്ന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ വഴക്കാവുമ്പോഴത്തേക്കും വീട് വിട്ട് ഇറങ്ങി പോകാൻ തോന്നുന്നത്. മക്കൾ ഇത്രയും ഉപദേശിച്ച് അവളെ പോവാൻ തയ്യാറായല്ലോ. ഞാൻ അവളെ മാത്രമൊന്നല്ല പറയണേ, അവിടെ ഒരു ഉണ്ടാപ്പി ഉണ്ടല്ലോ, അവളെ ചെവിക്കാത്തോണ്ട് കയറാനാണ് ഇതൊക്കെ പറയണത്. നീ ഒരു നല്ല കൂട്ടുകാരിയാണോ? ആണാ? ആണെന്നാ അല്ലെന്നാ? അവള് വാ ഉറക്കൂല. എടി, നല്ലൊരു കൂട്ടുകാരിയാണെന്നുണ്ടെങ്കിലേ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കും, അല്ലാതെ വഴക്കാവുമ്പോ വീട് വിട്ട് ഇറങ്ങി വാന്ന് പറഞ്ഞു കൊടുക്കും. മനസ്സിലായ? അനു, ഇപ്പൊ വിഷമിക്കണ്ട, ഇത് അനുവിന്റെയും കൂടെ വീടാണ്. എപ്പോ വേണമെങ്കിലും കയറി വരാം. അതുപോലെ വഴക്കിട്ടല്ല, സന്തോഷത്തോടെ എപ്പോ വേണമെങ്കിലും വരാം കേട്ടാ. സത്യമാണോ അപ്പച്ചി? പിന്നല്ലാതെ എപ്പോ വേണമെങ്കിലും വരാം. എന്നാ എടി പിങ്കി, ഞാൻ തന്ന റെന്റ് നീ എനിക്ക് തിരിച്ചു തന്നെ 1000 രൂപ. എന്ത്? അത് പിന്നെ ഒരു പാലിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടോ. ഞാൻ അവക്കൊരു സഹായം ചെയ്ത് കൊടുത്തു. അപ്പൊ ഒരു സഹായം അവിടെ ഇങ്ങോട്ട് നിന്നപ്പോ ഞാൻ കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. 1000 രൂപ വാങ്ങിച്ചേക്കണേ. പിന്നെ വേണ്ടേ, നമുക്ക് ഒരുപാട് ചെലവൊക്കെ ഉള്ളതല്ലേ അപ്പച്ചി. ഇങ്ങോട്ട് വാ. പിങ്കി, നിനക്ക് നാണം ഉണ്ടാ പിങ്കി? എങ്കിൽ നീ അതാണ് ആദ്യം കടം ചോദിച്ച് വാങ്ങിക്കേണ്ടത് കേട്ടാ. കുറച്ച് നാണം കടം വാങ്ങിക്കുന്നീ. കാണിക്കണം മൊത്തം വേലത്തിനുണ്ട്. അവിടെ